ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചക്ക പൊരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ കുട്ടികൾ എണീറ്റപ്പോൾ ചക്ക കണ്ടപ്പോൾ നമ്മൾ ചക്ക പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് എണീറ്റ പാടന്നെ അതൊക്കെ എടുത്ത് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കിട്ടോ ഈ ഒരു സമയം ചക്ക പൊരിച്ച് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർ തന്നെ അതൊക്കെ എടുത്ത് പൊന്തണമെന്നില്ല, എന്നാൽ രണ്ടുപേരൊക്കെ ഒരുമിച്ച് അങ്ങനെ ചാക്കിലൊക്കെ ആക്കിയിട്ട് അത് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ ചക്ക വറുക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങളും അതുപോലെ ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ 3 ചക്ക എടുത്തിട്ടാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ പണിയിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് നമ്മളിത് ഓരോന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് കാലം ഇങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഹാഫ് വേവിൽ ഫ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ആ ക്രിസ്പി എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് കൊടുത്തേക്കണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോൾ വെക്കാൻ സൂക്ഷിക്കാനാണെങ്കിലും നമ്മളിതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കി കോരി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതിങ്ങനെ ഫ്രൈ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചക്ക ഉള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.